മദ്രസ പഠനത്തിന് മതം നിഷ്കർഷിക്കുന്ന അത്രയും സമയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന നിലയിലേക്ക് സമസ്ത കാര്യങ്ങളെ എത്തിക്കുകയാണെന്ന് ദീപിക എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. മറ്റു മതസ്ഥർ ആരാധനകൾക്കും മതപഠനങ്ങൾക്കും ഒഴിവു ദിവസങ്ങളിലാണ് സമയം കണ്ടെത്തുന്നത്. വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയ്ക്കായി അധ്യയന സമയം ഒഴിവാക്കി നൽകിയിട്ട് പോലും മദ്രസ പഠനത്തിനായും സമയം ഒഴിവാക്കി നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. സമാന ആവശ്യങ്ങൾ മറ്റുള്ളവരും ഉന്നയിച്ചാൽ കാര്യങ്ങൾ എവിടെ എത്തുമെന്നാണ് ദീപിക എഡിറ്റോറിയൽ ഉന്നയിക്കുന്ന ചോദ്യം. ഓണം, ക്രിസ്മസ് എന്നീ അവധികൾ ചൂണ്ടിക്കാണിക്കുന്ന നാസർ ഫൈസി കൂടത്തായി എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനാ സൗകര്യം ലഭിക്കുന്നതിനെക്കുറിച്ചും അത് മറ്റുള്ളവർ മാനിക്കുന്നതിനെക്കുറിച്ചും മറന്നുവെന്നും വിമർശനമുണ്ട്. സ്കൂൾ സമയം ഉയർത്തുന്നത് കുട്ടികളെ ക്ഷീണിതരാക്കുമെന്ന വാദമുയർത്തിയാണ് സമസ്തയുടെ രോദനം. മദ്രസ പഠനത്തിൽ നിന്ന് 15 മിനിറ്റ് കുറച്ചാൽ ഇത് പരിഹരിക്കാനാകില്ലേ എന്നും ദീപിക എഡിറ്റോറിയൽ ചോദിക്കുന്നു. ഈ പരിഹാരങ്ങൾക്കൊന്നും തയ്യാറല്ലെങ്കിൽ മതപഠനത്തെ പൊതുവിദ്യാഭ്യാസവുമായി കൂട്ടിക്കുഴയ്ക്കാത്തവരുടെ ചെലവിൽ മദ്രസ പഠനത്തിന് സമയം കണ്ടെത്തരുതെന്നും ദീപിക ചൂണ്ടിക്കാണിക്കുന്നു. സമസ്ത ഉന്നയിക്കുന്ന വാദം ന്യായമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. ജനാധിപത്യ മതേതര സംവിധാനത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തേ മതിയാകൂ. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സീസറിനുള്ളതും ദൈവത്തിന് കൊടുക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ മൗലികവാദികൾക്ക് കടന്നുകയറുന്നതിന് ഇത് പുതുവഴിയാകും. ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനം അറിയാൻ കൗതുകമുണ്ടെന്നും ദീപിക അഭിപ്രായപ്പെടുന്നു. അതേസമയം ദീപികയുടെ എഡിറ്റോറിയലിൽ പ്രതികരണവുമായി സമസ്ത യുവജന നേതാവ് സത്താർ പന്തല്ലൂർ രംഗത്തെത്തി. ഓണം, ക്രിസ്മസ് അവധികളിലെല്ലാം സമസ്ത ഇടപെടുന്നുവെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും ഇത് ശരിയാണെന്ന ധാരണയിലാണ് ദീപിക മുഖപ്രസംഗം എഴുതിയതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സമസ്തയുടെ വായ മൂടിക്കെട്ടാമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും സത്താർ പന്തല്ലൂർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.